ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഇതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. പക്ഷെ നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, കോളിഫ്ലവർ, ബീൻസ് പയർ. പിന്നെ ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള ഇതുപോലെ അരിഞ്ഞത്, പച്ചമുളക് ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കടുക് വേണം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഈ സുഗന്ധദ്രവ്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒന്ന് ഏലക്ക, ഒരു 3 ഏലക്ക, കുരുമുളക് ക്രഷ് ചെയ്തത്, പട്ട ചെറിയ ഒരു കഷ്ണം പട്ട, കരയാമ്പ്, പിന്നെ മല്ലിയില. ഇത് അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് 1-ാം പാലും 2-ാം പാലും. 1-ാം പാല് 3/4 കപ്പ്, 2-ാം പാല് 2 കപ്പ്. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. കടായി ചൂടായി കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇവിടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം കടുക് ഇടുക. കടുക് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഈ കടുകൊക്കെ അങ്ങ് കരിഞ്ഞു. അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള അരിഞ്ഞ് വയ്ക്കുക. അതുപോലെ ഈ സുഗന്ധദ്രവ്യങ്ങൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇടാം. സുഗന്ധദ്രവ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക, കുരുമുളക് ക്രഷ് ചെയ്തത്, പട്ട, കരയാമ്പ്. ഇനി സവാള നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ സവാള ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇവിടെ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിരിക്കുന്നു. 1/2 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചാറുള്ള കറി ആയതുകൊണ്ട് ഉപ്പൊക്കെ അവസാനം അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യം. ഒരിച്ചിരി സമയം ഇതൊന്ന് മൂടി വെക്കുക. സവാള ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഈ പച്ചക്കറികൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് 1/2 കപ്പ്, ബീൻസ് 1/2 കപ്പ്, ഉരുളൻകിഴങ്ങ് 1 കപ്പ്, കോളിഫ്ലവർ 1 കപ്പ്. ഈ കോളിഫ്ലവർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട്, കൂടുതൽ തിളപ്പിക്കത്തില്ല, ഉടനെ തന്നെ അതങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ അതിൽ എന്തെങ്കിലും പുഴുക്കളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പുറത്തോട്ട് പോകും. അപ്പോൾ ഇനി ഇത് ഇടുക. അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കും. ഇടയ്ക്കൊക്കെ ഇതൊന്ന് പൊക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയും മൂടി വെക്കുക. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2-ാം പാലൊഴിക്കുക. ഇനി ഇതിലോട്ട് 2-ാം പാലൊഴിക്കുക.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിലിട്ടാൽ മതി. അപ്പോൾ ഈ തിളച്ച് കഴിയുമ്പോഴേ ഇത് സിമ്മിലിടുക, എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനം ഇതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങ് വേകുക എന്നുള്ളതാണ്. ഉരുളൻകിഴങ്ങും ബീൻസ് പയർ. ബാക്കി ക്യാരറ്റൊക്കെ ഇച്ചിരി കറുമുറാന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് എന്താന്ന് നോക്കി. ഉരുളൻകിഴങ്ങ് വെന്ത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഒരിച്ചിരി ഉപ്പ് കൂടെ ഇടുക. ഉപ്പൊന്നുകൂടെ നോക്കുക. കുഴപ്പമില്ല. ഇതിലിടാവുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഗ്രീൻ പീസ്. നമുക്ക് വെന്ത ഗ്രീൻ പീസ് മേടിക്കാൻ കിട്ടും, പുഴുങ്ങിയത്. അത് ഇതിൻ്റെ അകത്ത് നല്ലൊരു കോമ്പിനേഷനായി. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊന്ന് വറ്റിക്കഴിഞ്ഞിട്ട് ആകെ ചെയ്യാനുള്ളത് ഈ 3/4 കപ്പ് ഒന്നാം പാൽ, പിന്നെ മല്ലിയില. ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി എന്ന് പറഞ്ഞാൽ മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുക. ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലിട്ട് തിളപ്പിക്കരുത്, ഒന്ന് ജസ്റ്റ് തിളക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മല്ലിയിലയും കൂടെ ഇടുക. മല്ലിയില കൂടുതൽ ഇഷ്ടമുള്ളവർ ഇച്ചിരി കൂടുതൽ ഇടുക, അത് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഇനിയൊന്ന് തിളക്കുക, അത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. കഴിയുമ്പോൾ കുറച്ച് നേരം മൂടി വെക്കുക. തിളച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ചപ്പാത്തിയൊക്കെ റെഡിയാവും വരെ മൂടി വെക്കുക. അപ്പോൾ ജസ്റ്റ് തിളച്ച് കഴിഞ്ഞ് നമ്മൾ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നിർത്തുക. ഇനി ഈ മൂടിയെടുത്ത് മൂടുക, ഓഫ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. നമ്മുടെ കറി റെഡിയായി. ഇനി ചപ്പാത്തിയൊക്കെ റെഡിയായി കഴിഞ്ഞത് തുറന്നാൽ മതി. അത്രയും സമയം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ ചപ്പാത്തി റെഡിയായി. ഇതൊന്ന് കഴിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.